നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. ഒരു സാധാരണ പ്രണയകഥയിൽ തുടങ്ങി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ അസാധാരണ സ്ഥാനം നേടിയെടുത്ത സിനിമയാണ് പ്രേമലു. ചിരിയും സ്നേഹവും നിറഞ്ഞ ഓരോ സീനുകളും യുവജനങ്ങളുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുമ്പോൾ നായിക മമിത ബൈജുവും നായകൻ നെസ്ലിനുമൊക്കെ ഒരു തലമുറയുടെ ഫേവറേറ്റുകളായി മാറി. പ്രേമലുവിന്റെ വിജയാഘോഷ വേദിയിൽ വെച്ചാണ് നിർമ്മാതാക്കളായ ഭാവന സ്റ്റുഡിയോസ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് ചിത്രത്തിനെ പറ്റിയുള്ള അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നില്ല. ചിത്രം ഡ്രോപ്പായെന്നും പ്രചരണമുണ്ടായിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടെന്നും ചിത്രം കുറച്ചുകൂടി വൈകുമെന്നും നിർമ്മാതാവ് ദിലീഷ് പോത്തൻ കഴിഞ്ഞ വർഷം ജൂണിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഈ ചിത്രം ഡ്രോപ്പായി എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രതികരണം. ഒരു യൂട്യൂബ് ചാനലിനോടുള്ള പ്രതികരണത്തിലാണ് ദിലീഷ് പോത്തൻ ഈ കാര്യം തുറന്നു പറഞ്ഞത്. പ്രേമലു 2 ഡ്രോപ്പായി എന്ന് കേൾക്കുന്നല്ലോ എന്ന ചോദ്യത്തിന് ദിലീഷ് പോത്തന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അങ്ങനെ ഒരു ആലോചനയിലൊക്കെയാണ്. അതിന് പകരമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് മീറ്ററിലേക്ക് കയറി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന തങ്ങളുടെ അടുത്ത ചിത്രം ഭാവന സ്റ്റുഡിയോസ് പ്രഖ്യാപിച്ചത്. പ്രേമലു അടക്കമുള്ള ജനപ്രിയ ചിത്രങ്ങളിലൂടെ വലിയ പ്രേക്ഷക പ്രീതി നേടിയ സംവിധായകൻ ഗിരീഷ് ഷേഡിയുടെ ചിത്രത്തിൽ നായകനാകുന്നത് നിവിൻ പോളിയാണ്. മമിത ബൈജുവാണ് നായിക. പ്രേമലുവിനു ശേഷം മമിത ബൈജു നായികയാകുന്ന ഗിരീഷ് ഷേഡി ചിത്രം എന്നതും ശ്രദ്ധേയമാണ്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കർ എന്നിവർ ചേർന്നാണ് നിർമ്മാണം. ഭാവന സ്റ്റുഡിയോസിന്റെ 6ാമത്തെ നിർമ്മാണ സംരംഭമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. കുമ്പളങ്ങി നൈറ്റ്സ് മുതൽ പ്രേമലു വരെ ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച 5 സിനിമകളും ഏറെ പ്രേക്ഷക നിരൂപ പ്രശംസ നേടിയവയാണ്. റൊമാന്റിക് കോമഡി ചിത്രമാണിത്. ഗിരീഷ് ഷേഡിക്കൊപ്പം കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്.